ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് എന്താണ് സ്പെക്ട്രോസ്കോപ്പിക് ഗ്രൗണ്ട് ടേംസ് എന്നാണ്, അല്ലെങ്കിൽ സ്പെക്ട്രോസ്കോപ്പിക് ഗ്രൗണ്ട് ടേം സിമ്പൽ എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ ഒരു ടേം സിമ്പൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി, ആ മോളിക്യൂളിൻ്റെ എനർജി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പലിനെയാണ് സ്പെക്ട്രോസ്കോപ്പിക് ഗ്രൗണ്ട് ടേം സിമ്പൽ എന്ന് പറയുന്നത്. സപ്പോസ് നമുക്കൊരു മോളിക്യൂൾ തന്നിട്ടുണ്ട്. മോളിക്യൂൾ കിട്ടിക്കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് അറിയാം. എംഒ തിയറി പ്രകാരം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു. ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് ആ ഒരു സിസ്റ്റത്തിൻ്റെ എനർജിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു മോളിക്യൂളിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടേം സിമ്പൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം എന്താണ് ഒരു ജനറൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ജനറലി നമുക്ക് എങ്ങനെ ടേം സിമ്പൽ യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് അറിയണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ജനറൽ ഫോം ഇങ്ങനെയാണ് 2s+1 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് ഇതുള്ളത്. ഇനി ടേം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പൊതുവേ ഞാനിപ്പോൾ ഒരു ലാംഡ, ക്യാപിറ്റൽ ലാംഡ വെച്ചിട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഇങ്ങനെ കേട്ടോ, ക്യാപിറ്റൽ ലാംഡ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഇതിൻ്റെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് 2s+1 സ്പിൻ മൾട്ടിപ്ലിസിറ്റി. ആൻഡ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ഇവിടെ ജി ഓർ യു ആയിരിക്കും ഓരോ ടേംസ്. ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ജനറലി എന്ത് റെപ്രസെൻറ്റ് ചെയ്യുക, ടേം സിമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം അതിൽ ആദ്യത്തെ ഈ ഒരു 2s+1 എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റി ആണ്. ലാംഡ ഈ ഒരു സൈൻ ഉദ്ദേശിക്കുന്നത് ആംഗുലാർ മൊമെന്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട്, ടോട്ടൽ ആംഗുലാർ മൊമെന്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട്, മോളിക്യൂളിന്റെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സിമ്പൽ, അതാണ് ഈ ഒരു ലാംഡ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജി ഓർ യു എന്ന് പറയുന്നത് എന്താണ്, ജെറാഡെ ഓർ അൺജെറാഡെ. അതായത് നമുക്ക് പറയാം ഈ ഒരു മോളിക്യൂളിലെ ഡയാറ്റോമിക് മോളിക്യൂൾസിലെ ഹോമോന്യൂക്ലിയർ മോളിക്യൂൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സെന്റർ ഓഫ് സിമെട്രി ഉണ്ട് എന്ന് പറയാം. അപ്പൊ അവർക്ക് നമുക്ക് ജി ആണോ യു ആണോ വരുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെന്റർ ഓഫ് സിമെട്രി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിളാണ് അവിടെ കൊടുക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഓരോന്നും യൂസ് ചെയ്യണതെന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നത്. അപ്പൊ നമുക്ക് ജനറലി എന്താണ് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ സ്പിൻ ആംഗുലർ മൊമെന്റം ക്യാപിറ്റൽ എസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, S1 സ്മോൾ s1 പ്ലസ് s2 പ്ലസ് s3 പ്ലസ് എക്സെട്ര എത്രയാണ്, എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടോ എല്ലാ ഇലക്ട്രോൺസിൻ്റെയും നമ്മൾ എന്താണ് സ്പിൻ ക്വാണ്ടം നമ്പർ ആഡ് ചെയ്തിട്ട് ടോട്ടൽ സ്പിൻ ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കും. ആ എസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 2s+1 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം ഇതാണ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഞാൻ ജസ്റ്റ് ആദ്യം പറഞ്ഞു പോവാം, നിങ്ങൾക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇപ്പോൾ ഉള്ള ഡൗട്ട് അഥവാ ഉണ്ടെങ്കിൽ തന്നെ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും അത്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ്, നമുക്കറിയാം നമ്മളിവിടെ എന്താണ് സിഗ്മ ജി 1s, സിഗ്മ യു സ്റ്റാർ 1s, സിഗ്മ ജി 2s, സിഗ്മ യു സ്റ്റാർ 2s. ഇങ്ങനെ നമുക്ക് എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് ഈ ഒരു ഓർഡറിലായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലാംഡ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ടോട്ടൽ ആംഗുലാർ ഓർബിറ്റൽ ആംഗുലാർ മൂവ്മെന്റ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലാംഡ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, നമുക്ക് ജനറലി 3 തരത്തിൽ, 3 കൂടുതലുണ്ട്. നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് സിഗ്മ ഈ ടേംസ് ആണ്. ഈ ഒരു ലാംഡയ്ക്ക് പകരം നമുക്ക് എന്തൊക്കെ കൊടുക്കാം, സിഗ്മ കൊടുക്കാം, പൈ എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ കൊടുക്കാം. ഇനി ഈ ലാംഡയുടെ വാല്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ എൽ, സപ്പോസ് ഞാനിപ്പോ എന്താണ് ഈ ലാംഡ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, ഈ സിമ്പിൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് സിമ്പിൾ വരുന്നത്. എപ്പോഴാണ് ഈ സിമ്പിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അടിയിലെ എല്ലിന്റെ വാല്യൂ. എല്ലിന്റെ വാല്യൂ 0 ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, സിഗ്മ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. നേരെ മറിച്ച് അതിന്റെ വാല്യൂ 1 ആണെങ്കിൽ പൈ ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക, 2 ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ആയിരിക്കും. ഇനി സപ്പോസ് നിങ്ങൾക്ക് 3 ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് 5 എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ആയിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടി വരിക. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു ക്യാപിറ്റൽ എൽ കിട്ടുന്നത് എന്ന് നോക്കാം. ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് സമ്മേഷൻ ഓഫ് എം എൽ എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഈ എം എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ ഓർബിറ്റൽസിനെ, ഇതെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഓർബിറ്റൽസിന്റെ എന്താണ് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റ് ആണ്, ഇത് ആവറേജ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ
ഇവിടെ സിഗ്മയുടെ വാല്യൂ എം എല്ലിന്റെ വാല്യൂ സിഗ്മ ഓർബിറ്റലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ദെൻ നിങ്ങൾക്ക് അറിയേണ്ട നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഓർബിറ്റലില്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം എല്ലിന്റെ വാല്യൂ എന്താണ്? ഫൈയുടെ വാല്യൂ, അതായത് സിഗ്മയുടെ വാല്യൂ എന്താണ്? ഈ ഒരു ഓർബിറ്റലിന്റെ വാല്യൂ അതിലുള്ള ഇലക്ട്രോൺസ് എടുത്തു കഴിഞ്ഞാൽ സിഗ്മയുടെ വാല്യൂ 0 ആണ്. പൈ ഓർബിറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ എം എല്ലിന്റെ വാല്യൂ +or-1 ആണ്. ദെൻ ഡെൽറ്റ ആണെങ്കിൽ, ഡെൽറ്റ നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷെ നമുക്ക് പറയുമ്പോൾ എന്താണ്, സിഗ്മ കഴിഞ്ഞാൽ പൈ ആണ് നമ്മൾ എടുക്കുക, പൈ കഴിഞ്ഞാൽ ഡെൽറ്റ ആണ് എടുക്കുക. ഡെൽറ്റ കഴിഞ്ഞിട്ട് നമ്മൾ ഫൈ ആയിരിക്കും ഓർബിറ്റൽസ് കൺസിഡർ ചെയ്യുന്നതായിരിക്കുക. മറ്റൊരു ഓർബിറ്റലാണ് ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ടേം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മൾ എന്താണ് റൂള് പറയുമ്പോൾ ഇതും കൂടി ഒന്ന് പറയണമെന്ന് മാത്രം. +or-2 എങ്ങനെയായിരിക്കും നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇനി നെക്സ്റ്റ് എന്താണ്, ഈ എം എല്ലിന്റെ വാല്യൂക്ക് 0, 1 ഈ ഒരു ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എല്ലാം കൂടി ആഡ് ചെയ്യും. അതായത് ഓരോ ഇലക്ട്രോണിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം എല്ലിന്റെ വാല്യൂ, അല്ലെങ്കിൽ ഓരോ ഓർബിറ്റലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം എല്ലിന്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ എൽ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ക്യാപിറ്റൽ എല്ലിന്റെ വാല്യൂ =0 ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു സിമ്പൽ, ഈ ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പൽ എന്തായിരിക്കും കൊടുക്കേണ്ടി വരിക? 0. എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ സിഗ്മ, 1 ആണെങ്കിൽ പൈ, 2 ആണെങ്കിൽ ഡെൽറ്റ, 3 ആണെങ്കിൽ ഫൈ എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സിമ്പലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി ഞാൻ പറഞ്ഞു ജി ആണോ യു ആണോ സബ്സ്ക്രിപ്റ്റ് കൊടുക്കണ്ടേ എന്നുള്ളതാണ് നെക്സ്റ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ ഒരു സ്റ്റേറ്റ് തന്നിട്ട് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ കണ്ടുപിടിക്കാൻ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിന്റെ സിമ്മട്രി, ആ ഒരു മോളിക്യൂളിന്റെ ആ ഒരു സ്റ്റേറ്റിലെ സിമ്മട്രി കണ്ടുപിടിക്കാൻ അറിയായിരുന്നു. എന്ത് ചെയ്യും? ജസ്റ്റ് ഡയറക്റ്റ് പ്രൊഡക്റ്റ് എടുക്കും. ഇപ്പൊ നമുക്കറിയാം ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസിന്റെ ഒക്കെ എന്താണ്, ജി ആയിരിക്കും സിമ്മട്രി വരുന്നുണ്ടായിരിക്കുക. എന്നാൽ നേരെ മറിച്ച് സെന്റർ ഓഫ് സിമ്മട്രി ജി എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. എന്നാൽ നേരെ മറിച്ച് ഹാഫ് ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഓർബിറ്റലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്മട്രി ആയിരിക്കും എന്താണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നത്. നമ്മൾ ജസ്റ്റ് നോക്കേണ്ടത് ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എവിടെയാണ് ഫില്ല് ചെയ്തിട്ടുള്ളത് നോക്കുക. ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തിട്ടുള്ള ഓർബിറ്റൽ ഏതാണെന്ന് നോക്കണം. അത് സപ്പോസ് ചെയ്യുക ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഓർബിറ്റലിൽ ഫില്ല് ചെയ്തു. ആ ഓർബിറ്റലിന്റെ സിമ്മട്രി എന്ന് പറയുന്നത് ജി ആണെന്ന് വിചാരിക്കുക. അതില് ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഇലക്ട്രോൺ ഉണ്ട്. ദെൻ അപ്പോൾ ഇവിടെ ഈ ഒരു ഓർബിറ്റലിന്റെ സിമ്മട്രി ജി ആണ്. 2 ഇലക്ട്രോൺ ഉള്ള കാരണം ജി ക്രോസ് ജി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ആണ്, അല്ലെങ്കിൽ ഓർബിറ്റൽസ് ആണ് അവിടെ പ്രസന്റ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എപ്പോഴും അതിന്റെ സിമ്മട്രി ജി ആയിരിക്കും. എന്നാൽ നേരെ മറിച്ച് ഇപ്പൊ യു ആണെങ്കിലും അതെ, ഇപ്പൊ യുവില് 2 ഇലക്ട്രോൺ, ലാസ്റ്റ് ഇലക്ട്രോൺ യുവിലാണ്, 2 ഇലക്ട്രോണും യുവിലാണെന്ന് വിചാരിക്കുക. ദെൻ യു ക്രോസ് യു ചെയ്താൽ നിങ്ങൾക്ക് ജി തന്നെയായിരിക്കും കിട്ടുക. എന്നാൽ നമുക്ക് എന്താണ് യു എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് നമ്മുടെ ലാസ്റ്റ്, അതായത് നമുക്ക് സിഗ്മ സ്റ്റാർ U1s ഇല്ലേ, സിഗ്മ സ്റ്റാർ U1sല് ഒരു ഇലക്ട്രോൺ വരുന്ന കേസ് കൺസിഡർ ചെയ്യുക. അതാണ് ലാസ്റ്റ് ഇലക്ട്രോൺ. ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ അതിന് തൊട്ട് മുന്നേ വരുന്നത് ഏതായിരുന്നു? സിഗ്മ ജി 1s2 ആയിരുന്നു. ഇപ്പൊ ഇവിടെ 1. ഇതിനെന്തായാലും നിങ്ങളുടെ സിമ്മട്രി ജി ആയിരിക്കും. ജി ക്രോസ് എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ സിമ്മട്രി എന്താ? ഒരു ഇലക്ട്രോൺ ഉള്ളോ, അതിന്റെ സിമ്മട്രി യുവിലാണ്, യു ആണ്, അതായത് അഞ്ചരാടിയാണ്. അപ്പൊ ജി ക്രോസ് യു എന്ന് പറയുന്നത് എന്തായിരിക്കും? യു ആയിരിക്കും. അതുകൊണ്ടാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിലാണ് നോക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്മട്രി നോക്കുക. എല്ലാം ഫുള്ളി ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, ജി എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. അല്ല ഹാഫ് ഫിൽഡ് ആയിട്ട് ലാസ്റ്റ് ഓർബിറ്റിൽ ഹാഫ് ഫിൽഡ് ആയിട്ടാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്മട്രി ആയിരിക്കും നിങ്ങളുടെ സിമ്മട്രി. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് എന്താണ് ജിയിലാണ് ഒരു ഇലക്ട്രോൺ എങ്കിൽ ഇതിന്റെ സിമ്മട്രി എന്താ? ജി തന്നെയായിരിക്കും അല്ലെ? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു യുവിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്മട്രി എന്ന് പറയുന്നത് നിങ്ങളുടെ യു തന്നെയായിരിക്കും. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. മനസ്സിലാവാത്ത ആൾക്കാർ അതൊക്കെ ഒന്നുകൂടി ഒന്ന് ഓടിച്ചു നോക്കുക. കേട്ടില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പൊ ഒന്നും കൂടി പറയാം. നമുക്ക് എന്താണ് 2s+1 ലാംഡ ജി ബാർ യു, ജി അല്ലെങ്കിൽ യു, ജി ഓർ യു, അതാണ് നമ്മുടെ ടേം സിമ്പലിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഒരാളുടെ എനർജിക്ക് കറസ്പോണ്ടിങ്, ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജീനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അതിൽ ആ 2s+1 എന്ന് പറഞ്ഞിട്ടുള്ള ടേമാണ് നമ്മുടെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി. അത് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ലാംഡ എന്ന് പറയുന്നത് നിങ്ങൾ ഈ എന്തായിരുന്നു ഓരോ കോൺഫിഗറേഷന് കറസ്പോണ്ടിങ് ആയിട്ട് D10 D2 എന്ന് പറഞ്ഞിട്ടുള്ള കോൺഫിഗറേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പിക് ഗ്രൗണ്ട് ടേം സിമ്പിൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡയാറ്റോമിക് മോളിക്യൂൾസിന് അപ്ലൈ ചെയ്തു, അത്ര മാത്രമാണ് വ്യത്യാസം വരുന്നത്. അവിടെ പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ് ഇവിടെ വരുന്നത്. സിമ്പിൾസ് കുറച്ച് വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ജിയുടെ യൂണിറ്റ് ടേം ഒക്കെ വരുന്നുണ്ട്. അത്രയാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ ലാംഡ എന്ന് പറയുന്നത് എന്താ, ടോട്ടൽ ആംഗുലർ മൊമെന്റം തന്നെയാണ്. അപ്പൊ അതിന് ടോട്ടൽ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റ്, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്താണ്, നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റൽസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗുലർ മൊമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്താണ് സിഗ്മ ml എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഫോർമുല. അതിൽ mlന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിലാണ്, അതായത് സിഗ്മ ഓർബിറ്റൽസിലാണെന്നുണ്ടെങ്കിൽ mlന്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി നേരെ മറിച്ച് പൈ ഓർബിറ്റലിലാണെങ്കിൽ +or-1 വരാം, ഡെൽറ്റയിലാണെങ്കിൽ +or-2 വരാം. ഇതൊക്കെ നമുക്ക് ക്ലിയർ ആവും, 2-3 എക്സാമ്പിൾ ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. പിന്നെ നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി, ആപ്ലിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് തിയറി ഇൻ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി, അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഇതാണ് ജിയും യുവും. അതായത് ഒരാളുടെ സ്റ്റേറ്റ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ളതായിരുന്നു ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നോക്കാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. എക്സാമ്പിൾ ഫസ്റ്റ് തന്നെ നമുക്ക് എടുക്കുക എന്താ, H2+ മോളിക്യൂൾ എടുക്കാം. ആദ്യത്തെ എക്സാമ്പിൾ ആണ് H2+ മോളിക്യൂളിന്റെ ഗ്രൗണ്ട് ടേം സിമ്പിൾ കണ്ടുപിടിക്കണം. ഗ്രൗണ്ട് ടേം സിമ്പിൾ നോട്ടിലെ എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോട്ടിലുള്ളത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട, ഞാൻ പറയുന്ന പോയിന്റ്സ് മാത്രം മതി കേട്ടോ. അപ്പൊ ഇതിൽ ആദ്യത്തെ ഒരു 2-3 പോയിന്റ്സിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവും, അത്രയും കാര്യം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് എക്സാമ്പിൾ നമ്മൾ അതുമാതിരി വലിച്ചു വാരി എഴുതണ്ട, ജസ്റ്റ് നമ്മൾ എഴുതുന്ന പോയിന്റ്സ് മാത്രം മതി. H2+ എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രൗണ്ട് ടേം സിമ്പിൾ കണ്ടുപിടിക്കണം. ഏറ്റവും ആദ്യം നിങ്ങൾ എഴുതേണ്ടത് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. H2+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ആകെ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്, ആകെ കൂടി ഒരു ഇലക്ട്രോൺ ഉള്ളൂ. 2 ഹൈഡ്രജൻ ഉണ്ട്, 2 ഹൈഡ്രജൻ ഒരെണ്ണത്തിന് ഒരു ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, മറ്റേ ആൾക്ക് ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ ആകെ കൂടി H2+ൽ ആകെ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരിക, σg1s1. ഇതാണ് നിങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആദ്യം നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആയിട്ടുള്ള 2s+1ന്റെ വാല്യൂ ആണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അതിന് ആദ്യം തന്നെ നിങ്ങൾക്ക് എന്താണ്, എസിന്റെ വാല്യൂ അറിയണം അല്ലെ. അപ്പൊ എസിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ്, σg1s, ആകെ കൂടി ഒരൊറ്റ ഓർബിറ്റലേ ഉള്ളൂ, നമ്മുടെ ഏറ്റവും അടിയിൽ കിടക്കുന്ന σg1s എന്ന് പറഞ്ഞിട്ടുള്ള ഓർബിറ്റല്, അതിലാകെ കൂടി ഒരു ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ സ്പിൻ എന്ന് പറയുന്നത് എന്താ, +1/2 അല്ലേ. ഇപ്പൊ 1/2 ആണ് നിങ്ങളുടെ എന്ത്, എസ് എന്ന് പറയുന്നത്, ടോട്ടൽ സ്പിൻ ക്വാണ്ടം നമ്പർ. എസിന്റെ വാല്യൂ 1/2 ആണെന്ന് കിട്ടി. ദെൻ 2s+1 എന്ന് പറയുന്നത് എന്താ, എസിന് പകരം 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 × 1/2 + 1, then which will be equal to എന്ത് കിട്ടും, 2 ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ മൾട്ടിപ്ലിസിറ്റി എത്ര കിട്ടി, 2 കിട്ടി. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കണം, ലാംഡ. ഈ ലാംഡയുടെ സിമ്പല്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാം ഇക്വേഷൻ σml എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആയിരുന്നു നമുക്ക് യൂസ് ചെയ്യേണ്ടത്, സ്മോൾ m ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ കൂടിയിട്ട് എന്താണ്, സിഗ്മ ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ സിഗ്മ ഓർബിറ്റൽ അല്ലേ ഉള്ളത്, സിഗ്മയുടെ വാല്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, 0 ആണ്, ആകെ കൂടി ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ദെൻ എന്താണ്, ടോട്ടൽ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ദെൻ കറസ്പോണ്ടിങ് ആയിട്ട് എല്ലിന്റെ വാല്യൂ 0 ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും, സിഗ്മ ആയിരിക്കും. ക്യാപിറ്റൽ സിഗ്മയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി, സിമ്പലും കിട്ടി, മൾട്ടിപ്ലിസിറ്റിയും കിട്ടിയിട്ടാ. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക്, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ടേം എഴുതാണ്, ടേം എഴുതി, അതിന്റെ മേലെ മൾട്ടിപ്ലിസിറ്റി ആയിട്ടുള്ള എത്രയാ, 2 ആണ് അല്ലെ. ഇവിടെ മൾട്ടിപ്ലിസിറ്റി, സ്പിൻ മൾട്ടിപ്ലിസിറ്റി എഴുതി, ടേം ഇവിടെ എഴുതി. ഇതിന്റെ ഇവിടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താ എഴുതാം, ജരാഡയാണോ അൺജരാഡയാണോ നോക്കണം. ലാസ്റ്റ് ഇലക്ട്രോൺ നോക്കുക. ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1s ആകെ അൺപെയർഡ് ആയിട്ടാണ് നിൽക്കുന്നത്, ആ കൂടി ഒരു ഇലക്ട്രോണേ ഉള്ളൂ, σg1s. ദെൻ
അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമെട്രി എന്ന് പറയുന്നത് ജി തന്നെയായിരിക്കും. കാരണം എന്താ, അറ്റോമിക് നമ്മുടെ മോളിക്കുലർ ഓർബിറ്റിലെ സിഗ്മ ജി 1s സിഗ്മെട്രി എന്താണ്, സിമെട്രി ഓഫ് സിഗ്മ ജി 1s എന്ന് പറയുന്നത് ജി ആണ്. അപ്പൊ അത് മാത്രമല്ല, ആ സിഗ്മ ജി 1s ആ കൂടി ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു ഇലക്ട്രോണിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിന്റെ സിമെട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിന്റെ സെന്റർ ഓഫ് സിമെട്രി നമുക്ക് ജി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ 2 സിഗ്മ ജി എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതാണ് നിങ്ങളുടെ എന്ത്, സ്പെക്ട്രോസ്കോപ്പിക് ടേം സിമ്പൽ, ഗ്രൗണ്ട് ടേം സിമ്പൽ ഫോർ H2+. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് നോക്കേണ്ടത് എന്താണ്, ഇപ്പൊ H2+ന്റെ വാല്യൂ കിട്ടിയില്ലേ. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് H2ന്റെ നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് H2 മോളിക്യൂൾ, ഹൈഡ്രജൻ മോളിക്യൂൾ. ഹൈഡ്രജൻ മോളിക്യൂളിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക, സിഗ്മ ജി 1s2 സിഗ്മ യു സ്റ്റാർ 1s0. ഇതാണ് നമ്മുടെ എന്ത്, ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കാരണം 2 ഇലക്ട്രോൺസേ ഉള്ളൂ, 2 മോളിക്കുലർ ഓർബിറ്റിലാണുള്ളത്. നമുക്ക് ഇത് മാത്രം മതി, എന്താ, സിഗ്മ ജി 1s2 മാത്രം മതി. ഇനി പറയാ, ഏറ്റവും ആദ്യം തന്നെ നമുക്ക് എന്താണ്, സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആയിട്ടുള്ള 2s+1ന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. അതിനു വേണ്ടി ഏറ്റവും ആദ്യം നിങ്ങൾക്ക് എസിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എസ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടുക, ഇതെന്ന് പറയുന്നത് ഈ ഒരു ഓർബിറ്റില് ഇതാണ് നിങ്ങളുടെ സിഗ്മ ജി 1s എന്ന് പറയുന്നത്. ഇതില് 2 ഇലക്ട്രോൺസ് ഉണ്ട് ഇല്ലേ, 2 ഇലക്ട്രോൺസ് ഉണ്ട്. 2 ഇലക്ട്രോൺസും സെയിം ഓർബിറ്റലിലാണ്. അപ്പൊ ഈ 2 ഇലക്ട്രോൺസിനും സെയിം എനർജി എന്തായാലും വരാൻ പാടില്ല. സോ ഒരാൾക്ക് നമ്മൾ 1/2 എടുത്തു, മറ്റാളുടെ -1/2 ആണ് സ്പിന്നിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ 1/2 എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾക്ക് എന്താണ്, -1/2 ആണ്. ആഡ് ചെയ്യുക, എന്ത് കിട്ടും, 1/2 -1/2 = 0 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദെൻ എസിന്റെ വാല്യൂ 0 ആണ്. സ്പിൻ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2s+1 ആണ്. ദെൻ വിൽ ബി ഈക്വൽ ടു 1 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സ്പിൻ മൾട്ടിപ്ലിസിറ്റി. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണ്, ടേം എന്താണെന്ന് അറിയണം അല്ലെ. സിഗ്മ ഓർബിറ്റൽ ആണ് ഇവിടെ ആകെ കൂടിയുള്ളൂ. അപ്പൊ സിഗ്മയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, ക്യാപിറ്റൽ എല്ലിന്റെ വാല്യൂ എന്താ, സിഗ്മയിലാണ് 2 ഇലക്ട്രോൺസ്, ക്യാപിറ്റൽ എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കണം, 1 അല്ലെങ്കിൽ 0 ആണ് അല്ലെ. എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ നമുക്ക് എന്ത് കിട്ടി, അതായത് നമ്മുടെ ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും, ക്യാപിറ്റൽ സിഗ്മയായിരിക്കും. ഇനി നമുക്ക് എന്താണ്, 2 ഇലക്ട്രോൺസ് ഉണ്ട്, സിഗ്മ ജി 1sലെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് ഈ ഒരു സ്റ്റേറ്റിലെ 2 ഇലക്ട്രോൺസിന്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സിമെട്രി എന്ന് പറയുന്നത് ജി ആണ്. അപ്പൊ അവരുടെ ആ ഒരു സ്റ്റേറ്റിന്റെ സിമെട്രി കാണാൻ ജി ക്രോസ് ജി ചെയ്തു, ഈക്വൽ ടു ജി ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി, ടേം എന്ന് പറയുന്നത് സിഗ്മയാണ്, മൾട്ടിപ്ലിസിറ്റി 1 ആണ്, സെന്റർ ഓഫ് സിമെട്രി ജി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അങ്ങനെ H2 മോളിക്യൂളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടി, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ടേം സിമ്പൽ കിട്ടി. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് എടുക്കേണ്ട എക്സാമ്പിൾ എന്ന് പറയുന്നത്, മൂന്നാമത്തെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എന്താ H2- അയോണിനെയാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എത്രയാണ്, 2 ഇലക്ട്രോൺ, ഓരോ ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ വീതം കൊടുത്ത് ടോട്ടൽ 2 ഇലക്ട്രോൺ ഉണ്ട്. പ്ലസ് ഈ ഒരു നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് എന്താ, ഒരു ഇലക്ട്രോണിന്റെ പ്രസൻസ് ആണ്, അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ആണ് കാണിക്കുന്നത്. ദെൻ നമുക്ക് എന്താണ്, ടോട്ടൽ 3 ഇലക്ട്രോൺസ് ആണ്, 3 ഇലക്ട്രോൺ സിസ്റ്റം ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ വരിക, സിഗ്മ ജി 1s2 സിഗ്മ യു സ്റ്റാർ 1s1 ഇങ്ങനെയായിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കാം കോൺഫിഗറേഷൻ. അപ്പൊ അതിൽ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ എന്താണ്, ക്യാപിറ്റൽ എസിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ എസിന്റെ വാല്യൂ ഇപ്പോൾ നമ്മളത് റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓർബിറ്റില്, ദെൻ അതിന് മുകളിലായിട്ട് സിഗ്മ ജി 1s ഇവിടെ സിഗ്മ യു സ്റ്റാർ 1s. ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ആകെ കൂടി 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ 2 ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരെണ്ണം എന്താണ്, മുകളിലേക്ക്, മറ്റേതിന്റെ ഡയറക്ഷൻ താഴോട്ടാണ്. ദെൻ മുകളിലേക്കുള്ളതിനെ +1/2 എടുക്കുക, പിന്നെ താഴോട്ടുള്ളതിന് സ്പിന്നിന്റെ വാല്യൂ -1/2. അപ്പൊ ഇത്രയും ഭാഗം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് മേലോട്ടാണ് കിടക്കുന്നത്, ദെൻ +1/2. അപ്പൊ ടോട്ടൽ സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എത്ര കിട്ടി, 1/2. ദെൻ നിങ്ങൾക്ക് എന്താണ്, സ്പിൻ മൾട്ടിപ്ലിസിറ്റി 2s+1 വിൽ ബി ഈക്വൽ ടു 2 × 1/2 + 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇങ്ങനെ കിട്ടിയില്ലേ. അപ്പോൾ ഇതിന്റെ വാല്യൂ എത്രയാ, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 2 ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം.
ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ടേം എന്താണെന്ന് അറിയണം. നോക്കുക, ഇതില് രണ്ടും സിഗ്മ ഓർബിറ്റൽസ് ആണ്. സിഗ്മ ഓർബിറ്റൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എല്ലിന്റെ വാല്യൂ എന്താ കിട്ടുക, 0+0 ആയിരിക്കും അല്ലെ. എൽ വിൽ ബി ഈക്വൽ ടു 0+0. അതായത് നമുക്ക് എന്ത് കിട്ടി, എല്ലിന്റെ വാല്യൂ 0 ആയ കാരണം നമുക്ക് എന്താ എഴുതാം, ടേം സിഗ്മ ആയിരിക്കും, വിച്ച് ഇംപ്ലൈസ് ടേം വിൽ ബി ക്യാപിറ്റൽ സിഗ്മ. ഇനി നെക്സ്റ്റ് ഇതെന്തുകൊണ്ട് കിട്ടിയത്, സിഗ്മ ഓർബിറ്റൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ഈ ഒരു 0, ഈ ഓർബിറ്റലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ഇവിടുത്തെ 0. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് സിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള ടേം ആണ് കിട്ടിയത്. ലാസ്റ്റ് ജി ആണോ യു ആണോ കൊടുക്കേണ്ടത്, ജി ഓർ യു, ഏതാ കൊടുക്കണ്ടേ നോക്കുക. ലാസ്റ്റ് ഇലക്ട്രോൺ യു എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്മ യുവിലാണ് കിടക്കുന്നത് അല്ലേ. സിഗ്മ യുവിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. സോ യു ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സിമെട്രി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, സിഗ്മ ഇവിടെ 2 സിഗ്മ യു എന്ന് പറഞ്ഞു. ഇതാണ് നിങ്ങളുടെ ടേം സിമ്പിൾ ഫോർ, അല്ലെങ്കിൽ ഗ്രൗണ്ട് ടേം സിമ്പിൾ ഫോർ H2-. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് B2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത എക്സാമ്പിൾ B2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് B2 നോക്കാം. നാലാമത്തെ അല്ലേ B2. B2നെ എങ്ങനെയായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നുണ്ടായിരിക്കുക, സിഗ്മ G 1s2, സിഗ്മ U star 1s2, സിഗ്മ G 2s2, സിഗ്മ U star 2s2, pi U 2px 1, pi U 2p pi 1. ഇങ്ങനെയാണ് നമുക്ക് ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ B2ന്റെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ചിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് സാധിക്കുക. അപ്പോൾ എന്തുണ്ടായി, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി നോക്കണം. ഇവിടെ എന്താ പെയർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ സ്പിൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടത്തെ എസിന്റെ വാല്യൂ 0 ആയി, ഇവിടെയും 0 ആവും, ഇവിടെയും 0 ആവും, ഇവിടെയും 0 ആവും. ഇനി പെയർഡ് അല്ലാത്ത കേസ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി അല്ലേ. ഇവിടെ എന്താണ് ഇങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക, ഇവിടെയും ഇങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കും. ഇവർക്ക് രണ്ടുപേർക്കും സെയിം എനർജി ആയ കാരണം ഇങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. സ്പിന്നെ രണ്ടുപേർക്കും എന്താണ്, ഇവിടെയും 1/2 ആണ്, ഇവിടെയും 1/2 ആണ്. ഇവിടെയൊക്കെ എന്താണ് നമ്മുടെ സ്പിൻ ഇങ്ങനെയായിരുന്നു അല്ലെ, അതുകൊണ്ടാണ് അവിടെ 0 ആയിട്ട് പോയത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അൺപെയർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മാത്രം എസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിയാലും മതി, നമ്മളെല്ലാം കൂടിയിട്ട് എഴുതാനൊന്നുമില്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താ കിട്ടുക, 1/2 + 1/2 1 ആണ്. എസിന്റെ വാല്യൂ, ക്യാപിറ്റൽ എസിന്റെ വാല്യൂ 1 ആണ്. സ്പിൻ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2s + 1 ആണ്. ഈക്വൽ ടു എത്ര കിട്ടും, 2 × 1 + 1, 2 × 1 + 1 ഈക്വൽ ടു എത്ര കിട്ടി, 3 കിട്ടി. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് സിമ്പിൾ, ടേം സിമ്പിൾ അല്ലെങ്കിൽ ടേം ഏതാണെന്ന് അറിയണം അല്ലെ. എനിക്കറിയാം സിഗ്മയുടെ വാല്യൂസ് ഒക്കെ 0 ആണ് അല്ലെ. അപ്പൊ ഇതൊന്നും നോക്കണ്ട, ഇതിന്റെ ഈ ഒരു സിഗ്മയുടെ വാല്യൂ ഇതിന്റെ 0 ആണ്. 0 + 0 + 0 + 0. നെക്സ്റ്റ് പൈയുടെ വാല്യൂ എന്താണ്, +or-1. ഇവിടെയാണ് ഇനി നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് എന്താണ് പൈ ഓർബിറ്റൽസ് ഉണ്ട് ഇല്ലേ. PX-ഉം PY-ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 പൈ ഓർബിറ്റൽസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് രണ്ടാൾക്കാർക്കും എന്താ, ഇതിലുള്ള രണ്ടാൾക്കാരുടെയും സ്പിന്നെ സെയിം ആണ്, 1/2 ആണ് കൊടുത്തിട്ടുള്ളത്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് എന്താണ്, ഒരേ മോളിക്യൂളിലെ 2 ഇലക്ട്രോൺസിന് ഒരിക്കലും സെയിം എനർജി വരില്ല, അങ്ങനെയല്ലേ. ഇവിടെ ഓൾറെഡി സ്പിന്ന് നമ്മൾ 1/2 ആണ് 2 പേർക്കും കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഓർബിറ്റലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യണം. ദാറ്റ് ഈസ് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ഈ 2 ഓർബിറ്റൽസിനും ഡിഫറെന്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ആദ്യത്തെ ആൾക്ക് +1, PX-ന് +1 കൊടുത്തു കഴിഞ്ഞാൽ pi U 2py-ക്ക് നമ്മൾ -1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് +1 -1 എന്ന് പറഞ്ഞതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഒരേ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരേ മോളിക്യൂളിലുള്ള 2 ഇലക്ട്രോൺസിന് സെയിം എനർജി വരാൻ പാടില്ല എന്ന കണ്ടീഷൻ കാരണമാണ് സ്പിൻ ഈ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ 2 ആൾക്കാർക്കും 2 ഓർബിറ്റലിൽ എടുക്കുന്ന ഈ 2 ഇലക്ട്രോൺസിന്റെയും സ്പിന്നെ സെയിം ആയിരുന്നു, പാരലൽ സ്പിന്നാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും അതിന്റെ ഓർബിറ്റലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടം നമ്പർ സെയിം കൊടുക്കുകയാണെങ്കിൽ എന്താണ്, നമുക്കത് ഡിഫറെന്റ് ആയിട്ടായിരിക്കില്ല അയാളുടെ എനർജി കിട്ടുന്നുണ്ടായിരിക്കും, സെയിം എനർജി ആയിരിക്കും 2 ഇലക്ട്രോണും കിട്ടുക. അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ +1 - 1 എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത് കേട്ടോ.
ഓക്കെ, പ്ലസും മൈനസും ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. ആ സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ആംഗുലർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ആണ്. എന്താണ്, നമ്മുടെ ഇന്റർന്യൂക്ലിയർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ, അങ്ങനത്തെ ഒരു കേസാണ് പറയുന്നത്. നോട്ട് തന്നതിലുള്ളത് ഇത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഇതില് +1 കൊടുക്കുക, പി വൈക്ക് -1 കൊടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുന്നുണ്ടായിരിക്കും? ക്യാപിറ്റൽ എല്ലിന്റെ വാല്യൂ എത്ര കിട്ടുക? ക്യാപിറ്റൽ എല്ലിന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു എന്താ, ഇതൊക്കെ 0 അല്ലേ, 0 + 1 - 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. വീണ്ടും നിങ്ങളുടെ സിമ്പിൾ എന്ത് വന്നു? സിഗ്മ തന്നെ വന്നു. ഇനി ഇത് യു ആണോ ജി ആണോ നോക്കണം. ഇതിൽ അൺപയർഡ് ആയിട്ടുള്ള 2 ഓർബിറ്റൽസേ ഉള്ളൂ, ലാസ്റ്റ് 2 ഓർബിറ്റൽസ്, ദാറ്റ് ഇസ് πu 2px1 ഉം πu 2py1. ബാക്കി എല്ലാവരുടെയും സിമെട്രി ജി ആയിരിക്കും വരിക അല്ലെ. 2 ഇലക്ട്രോൺസ് ഉണ്ട് ഇവിടെ, ജി ക്രോസ് ജി ചെയ്യും, യു ക്രോസ് യു ചെയ്യും, ജി ക്രോസ് ജി ചെയ്യും, യു ക്രോസ് യു ചെയ്യും. എന്ത് ചെയ്താലും ജി തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇനി നമുക്ക് എന്താണ്, അൺപയർഡ് ആയിട്ടുള്ള 2 ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ജി ക്രോസ് ആണ് കിട്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കുക. ഇത്രയും ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജി ആയിരിക്കും കിട്ടുക. ജി ആണ് കിട്ടിയത്. ക്രോസ് πu 2px കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമെട്രി യു ആണ്. ബ്രാക്കറ്റിലിടുക യു, ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഓഫ്, വീണ്ടും എന്താണ്, യു തന്നെയാണ് അല്ലെ. യു ക്രോസ് യു എന്ന് പറയുന്നത് ജി ആണ്. ദെൻ ജി ക്രോസ് ജി വിൽ ബി ഈക്വൽ ടു ജി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 3 ആണ്, ടേം എന്ന് പറയുന്നത് സിഗ്മയാണ്, ഇതിന്റെ എന്താണ് സിമെട്രി, സെന്റർ ഓഫ് സിമെട്രി എന്ന് പറയുന്നത് ജി ആണ്. ഇങ്ങനെയായിരിക്കും ബോറോണിനെ കിട്ടുന്നുണ്ടായിരിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് നോക്കേണ്ടത് എക്സാമ്പിൾ ഓക്സിജന്റെ ആണ്. ഓക്സിജൻ എന്താണ്, സിഗ്മ ജി 1s2, സിഗ്മ യു സ്റ്റാർ 1s2, സിഗ്മ ജി 2s2, സിഗ്മ യു സ്റ്റാർ 2s2, സിഗ്മ ജി 2pz2, സിഗ്മ യു 2px2, സിഗ്മ യു 2py2, സിഗ്മ ജി സ്റ്റാർ 2px1, സിഗ്മ ജി സ്റ്റാർ 2py1. ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ എന്താണ്, ഏറ്റവും ആദ്യം ടോട്ടൽ സ്പിൻ ക്വാണ്ടം നമ്പർ അറിയണം. ഓക്കെ, അപ്പോൾ മുകളിൽ ഞാൻ എഴുതാം. ഇവിടെ എന്താണ്, ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക അല്ലെ സ്പിന്നെ. അപ്പൊ അതിന്റെ വാല്യൂ ഇവിടെ 0 ആണ്. ദെൻ ഇവിടെ 0, ഇവിടെ നോക്കിയപ്പോഴും 0. ഫുള്ള് പെയർഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്താണ്, എസിന്റെ വാല്യൂ 0 ആയിരിക്കും. ഒരാൾക്ക് 1/2 ആണെങ്കിൽ മറ്റൊരാൾക്ക് -1/2 ആണ്. അതുകൊണ്ടാണ് ഇവിടെ വാല്യൂസ് ഒക്കെ 0 ആയിട്ട് വന്നത്. ഇനി ഇവിടെയും അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. അതിന് റെസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, രണ്ടാൾക്കും 1/2 ആണ്, +1/2 ആണ് വരുന്നത്. അപ്പോൾ എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ 0 ആണ്. ലാസ്റ്റത്തെ 2 ഓർബിറ്റലിൽ മാത്രം അൺപെയർഡ് ഇലക്ട്രോൺസ്. ദെൻ 1/2 + 1/2 ഈക്വൽ ടു 1 ആണ് കിട്ടുക. 2s + 1 എന്ന് പറയുന്നത് സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആണ്. 2 × 1 + 1 ഈക്വൽ ടു 3. സ്പിൻ മൾട്ടിപ്ലിസിറ്റി 3 കിട്ടി. ദെൻ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെ കണ്ടുപിടിക്കുക? എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, സിഗ്മയുടെ വാല്യൂസ് ഒക്കെ 0 ആണ് അല്ലെ. അപ്പൊ ഇവരുടെ ഒക്കെ വാല്യൂസ് 0 ആണ്. ദെൻ നിങ്ങൾക്കുള്ളത് പൈ ആണ്. πu 2px, πu 2py, πg സ്റ്റാർ 2px1 ആൻഡ് πg സ്റ്റാർ 2py1 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതില് നമ്മൾ നേരത്തെ എടുത്ത മാതിരി തന്നെ ഫിൽഡ് ആയിട്ടുള്ള കേസിൽ ഇവിടെയും 0 ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അൺപെയർഡ് ആയിട്ടുള്ള കേസ് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. കാരണം ഇവിടെയും എന്താണ്, ആംഗുലർ മൊമെന്റും എന്താണ്, സ്പിന്നിന്റെ വാല്യൂസ് ഇവിടെ പെയർഡ് ആയിട്ട് രണ്ടാളുടെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയ കാരണം ഈ ഓർബിറ്റലിലെ ക്യാൻസൽ ഔട്ട് ചെയ്യും, ഇവിടെയും ക്യാൻസൽ ചെയ്ത് പോവും. ദെൻ ഇവിടുത്തെ എന്താണ്, പെയർഡ് ആയിട്ടുള്ള അല്ലാത്ത അൺപെയർഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ്, ഇലക്ട്രോൺസ് ഉള്ള ഓർബിറ്റൽസ് കൺസിഡർ ചെയ്യുക. അപ്പൊ ഈ 2 ഓർബിറ്റൽസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇനി ഞാൻ പറഞ്ഞു ഇവർക്ക് 2 പേർക്കും ഓരോ ഇലക്ട്രോൺസ് വീതാണുള്ളത്. അവർക്കൊക്കെ 1/2 വെച്ചിട്ട് നിങ്ങൾ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം എങ്ങനെ കൊടുക്കണം, ഇവിടെ +1 കൊടുക്കണം, അപ്പുറത്ത് -1 കൊടുക്കണം. കാരണം പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരാണ്, സെയിം എനർജിയാണ്. ഇവിടെ +1 കൊടുക്കുക, ഇവിടെ -1 ആയിട്ട് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് +1 -1 കിട്ടും, ഈക്വൽ ടു 0 ആണ് കേട്ടോ കിട്ടുക. ടേം ഏതാ, 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം ക്യാപിറ്റൽ സിഗ്മയാണ്. ദെൻ ജി ആണോ യു ആണോ വരിക, ലാസ്റ്റത്തെ അൺപെയർഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് നോക്കുക. ജി ആണ് ഇവിടുത്തെ സിമെട്രി, ജി ആണ്. ജി ക്രോസ് എന്ത് ചെയ്യുക, ജി ചെയ്യുക, ഈക്വൽ ടു ജി ആയിരിക്കും കിട്ടുക. കാരണം ഇത് എന്തുകൊണ്ട് അത് മാത്രം നോക്കിയാൽ ഇവരുടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ് വേണ്ട ജി ആണ് കിട്ടുക.
then g cross of g into g cross of g, that is g cross of g എന്ന് കിട്ടും. g ടേം സിമ്പൽ എങ്ങനെ എഴുതാം? സിഗ്മ എഴുതി, സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഇവിടെ 3 വന്നു, ഇവിടെ g വന്നു. ഇതാണ് നിങ്ങളുടെ എന്ത് ടേം സിമ്പൽ. ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എക്സാമ്പിൾ ആണ് ഞാൻ ഇപ്പൊ എങ്ങനെ ചെയ്യുക, എന്താണ് ടേം സിമ്പൽ എന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഏത് മോളിക്യൂൾ കിട്ടിയാലും നമുക്ക് എങ്ങനെയാ ചെയ്യാനായിട്ട് അറിയണം. ഇനി കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്ത് നോക്കി വെക്കുക. ചെയ്ത് നോക്കിയിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നോട്ട് തരും, ചെയ്ത് നോക്കിയിട്ട് കിട്ടണില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ തന്നിട്ടുള്ള നോട്ട് നോക്കണ്ട, അതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഒറ്റയ്ക്ക് നിങ്ങൾ ചെയ്യാട്ടോ. ഈ ഒരു പ്രോബ്ലം മാത്രം നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം. എക്സാമ്പിൾസ് ഏതൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു.